ഇന്നത്തെ പത്രം റിപ്പോർട്ട് ചെയ്ത നമ്മെ ചിന്തിപ്പിക്കുന്ന വല്ലാത്ത ഒരു വാർത്തയാണ്. ഒരു പ്രവാസിയായ ഒരു സഹോദരൻ തൻ്റെ മകളുടെ വിവാഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുമായി നാട്ടിലേക്കെത്തിയ ആ സഹോദരൻ താനും തൻ്റെ കുടുംബവുമായി യാത്ര ചെയ്യുമ്പോൾ പാതിരാവിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു മാല മോഷണ കേസിൽ പ്രതിയാക്കിക്കൊണ്ട്. നാം ചിന്തിക്കേണ്ടത് 2018 ഇത്തരണത്തിൽ അയാൾ 56 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ട ഒരു കുറ്റവും ചെയ്യാത്ത ആ മനുഷ്യൻ അതിനുശേഷം ഇന്ത്യ വിട്ടു പോകരുത് എന്നുള്ള ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പുറത്തേക്ക് വരികയും ഇതിനിടയിൽ ആ മനുഷ്യൻ അനുഭവിച്ച മാനസികമായ സംഘർഷം എത്രത്തോളം വലുതായിരിക്കും. വിവസ്ത്രനായി വിചാരണ ചെയ്യപ്പെട്ട ആ വ്യക്തി ബന്ധുവീടുകളിലും കുറ്റവിചാരണ നടത്താൻ വേണ്ടി അയാൾ പോകുന്ന ഒരവസ്ഥ, ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും അനുഭവിച്ചിരുന്ന മാനഹാനി എത്ര കോടി കൊടുത്താലും അത് പരിഹാരമാകുമോ? ഒരു മാന്യനായ വ്യക്തി മോഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെന്ന് പറയുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഹൃദയത്തിൻ്റെ അകത്തളത്തിലെ വേദനയും പ്രയാസവും എത്രത്തോളമായിരിക്കും. എങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല വർഷങ്ങൾ കഴിഞ്ഞാലും ആ മനുഷ്യൻ്റെ നിരപരാധിത്വത്തെ അള്ളാഹു വ്യക്തമാക്കി കൊണ്ടുവരുന്നു. മോഷണം നടത്തിയ യഥാർത്ഥ പ്രതിയുടെ ഭാര്യ താനാണിത് പ്രവർത്തിച്ചതു എന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതും ഈ മനുഷ്യൻ നിരപരാധിയായി സമൂഹം, അതെ, ഇന്ന് മലയാളികൾക്കാകെ ആ മനുഷ്യൻ കുറ്റവിമുക്തനാണെന്നും അയാളുടെ ആ മാനഹാനി എത്രത്തോളം പ്രയാസം അയാൾ അനുഭവിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. റബ്ബ് സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ്റെ നിരപരാധിത്വത്തിനു വേണ്ടി, ആ സത്യം പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി റബ്ബിൻ്റെ അദൃശ്യമായ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തൊരു സത്യവിശ്വാസിയായി ജീവിച്ച് സത്യവിശ്വാസിയായിക്കൊണ്ട് സത്യത്തിലായിക്കൊണ്ട് മരണപ്പെടാൻ അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.